Hello, Namaskaram, welcome to Daydreams. ഇന്നത്തെ യാത്ര ഒരു കിടിലൻ ഡെസേർട്ട് സഫാരിയാണ്. ട്രാവൽ ഏജൻസി പ്രൊവൈഡ് ചെയ്ത വണ്ടിയിൽ ഞങ്ങൾ ദുബായ് ടു അൽകവനി ജയിലിലേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 45 മിനിറ്റ്സ് എടുത്തു ഞങ്ങൾ ഈ അൽകവനി ജയിലിലേക്ക് എത്താൻ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ ടൂറിസ്റ്റുകളും കണ്ടു. പല ഏജൻസിക്കാരാണ് ഈ പ്രൊവൈഡ് ചെയ്യുന്നത് ഡെസേർട്ട് ക്യാമ്പിലേക്ക് പോകാനുള്ള വണ്ടികൾ. ഇവിടെ കൂടുതലും 4x4 ഓഫ് റോഡ് വണ്ടികളാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയത് ഒരു 2006 ലാൻഡ് ക്രൂസറാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 20 മിനിറ്റ് ഉണ്ട് ഞങ്ങൾക്ക് ഈ ഡെസേർട്ട് ക്യാമ്പിലേക്ക് എത്താൻ. അപ്പോൾ ഇതേപോലെയുള്ള വഴികൾ കൂടിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഇതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഇത് മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ഒരു സഫാരി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു ട്രാവൽ ഏജൻസി വഴിയാണ്. ഓൾമോസ്റ്റ് ഒരു 50 ദിർഹംസ് ആണ് ഇതിന് പെർ പേഴ്സണിന് ചാർജ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രൈസിൽ ഫുഡ് ആൻഡ് ബെവറേജസും അതേപോലെ ക്യാമൽ റൈഡിങ്, ഹോഴ്സ് റൈഡിങ്, ഫാൽക്കൺ ഷോ, ബെലി ഡാൻസിങ് ഷോ, പിന്നെ തന്നൂറ ഷോ ആൻഡ് ലൈറ്റ് ഷോ ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഡെസേർട്ട് ഡ്രൈവിങ്ങിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 3:30 തൊട്ട് വൈകിട്ട് 9:30 വരെയാണ്. നമുക്ക് ഇത് ബുക്ക് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസിയിൽ പോയിട്ട് ഡെസേർട്ട് സഫാരിക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവരെ ഓൺലൈനിലായിട്ട് നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമുക്ക് റേറ്റ് ഫിക്സ് ചെയ്യുന്നതാണ്. ഈ ഒരു ഡ്രൈവ് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ അങ്ങനെയല്ല. ഇത് വളരെയധികം സ്കിൽഫുള്ളുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇത് വണ്ടി ഓടിക്കാൻ പറ്റുക. ഞങ്ങളുടെ ഡ്രൈവറിനാണെങ്കിൽ ഡെസേർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. അപ്പോൾ ആളുടെ സ്കില്ലും എക്സ്പീരിയൻസും ശരിക്കും ഇതിൽ പെർഫോമൻസിൽ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളുടെ ഡ്രൈവ് ഏകദേശം തീരാറായി. ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് എടുത്തു ഞങ്ങൾ ഈ ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് എത്താൻ. ഡ്രൈവറോട് ചോദിച്ചപ്പോഴാണ് വേറെ കാര്യം മനസ്സിലായത്. ഈ ഒരു ക്യാമ്പ് ഏകദേശം 10-12 ട്രാവൽ ഏജൻസീസ് ഒരുമിച്ച് നടത്തുന്ന ഒരു ക്യാമ്പാണ്. അപ്പോൾ സാധാരണ ദിവസമൊക്കെ അധികം തിരക്കില്ലെങ്കിലും വീക്കെൻഡ്സ് വളരെയധികം തിരക്കുള്ള ഒരു ഏരിയ ആണിത്. ഏകദേശം 500 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഷോസ് കാണാനുള്ള സൗകര്യം ഈ ഒരു ക്യാമ്പിനുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഡ്രൈവർ ക്യാമ്പിൻ്റെ ഫ്രണ്ട് എൻട്രൻസിൻ്റെ ഭാഗത്ത് വന്നിട്ട് വണ്ടി നിർത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഷോ ടൈമിങ്ങും അതേപോലെ തന്നെ തിരിച്ച് പിക്കപ്പ് പോയിൻറ്റും എവിടെയാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഡെസേർട്ട് ക്യാമ്പ്. ഡെസേർട്ട് ക്യാമ്പ് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടും കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു, ടൂറിസ്റ്റുകൾ. പിന്നെ നല്ല സൺസെറ്റ് ടൈം ആയത് കാരണം കുറേ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ക്യാമ്പിൻ്റെ ഫ്രണ്ട് എൻട്രൻസ്. പേര് ഹെന്ന ടാറ്റൂസ് ആണ്. കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചായ, വെള്ളം, ജ്യൂസ് എല്ലാം കിട്ടും. അതുപോലെ എല്ലാ ട്രാവൽ ഏജൻസിക്കും ഓരോ സീറ്റ് അവിടെ അസൈൻ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ സ്റ്റേജിൻ്റെ സൈഡിൽ ഫ്രണ്ടിൽ ഇരിക്കണമെങ്കിൽ നമ്മളതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും. ക്യാമ്പിലത്തെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകിട്ട് 7 മണിക്കാണ്. അതുവരെ നമുക്ക് ഹോഴ്സ് റൈഡിങ് ചെയ്യാം, അതുപോലെ ഫാൽക്കൻ്റെ ഒപ്പം ഫോട്ടോസ് എടുക്കാം, ക്യാമൽ റൈഡ് ചെയ്യാം, പിന്നെ സൺസെറ്റും കാണാം. ഇവിടുത്തെ ക്യാമ്പിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഭക്ഷണവും കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ ട്രാവൽ ഏജൻസി പ്രൊവൈഡ് ചെയ്ത വണ്ടിയിൽ തിരിച്ച് ഞങ്ങളുടെ ബസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അതേ സ്ഥലത്തേക്ക് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത്. പക്ഷേ പോകുന്നത് വേറെ റൂട്ടിൽ കൂടിയാണെന്ന് മാത്രം. ഞങ്ങളുടെ ഡെസേർട്ട് ഡ്രൈവ് അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഈ പരിപാടികളൊക്കെ ഇഷ്ടമായി. ഞങ്ങൾക്ക് ഒരു കംപ്ലയിൻറ്റ്സ് പോലും ഇല്ല.
ദുബായിൽ വന്നിട്ട് ഇതുവരെ ഡെസേർട്ട് ഡ്രൈവ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു നഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യണം, വിസിറ്റ് ചെയ്യണം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഒരു ട്രാവൽ എക്സ്പീരിയൻസുമായി വീണ്ടും ഡേ ഡ്രീംസിൽ കാണാം.